ഓപ്പറേഷൻ കഴിഞ്ഞോ സാറന്മാരെ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു പടം റിലീസായിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. ആ പടത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങളെ കാലങ്ങളായിട്ട് കാണുന്നത് കാരണം ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. കുഞ്ഞാടുകളെ, പടം എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറയുക. ഓ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അച്ചോ. അപ്പൊ ഇന്നത്തെ സെക്കൻഡ് ഷോ ക്യാൻസൽ. അയ്യോ, മോള് കാണണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു. കൊള്ളില്ലേ? ഓ, അങ്ങനെ കൊള്ളായിക്കൊന്നുമില്ല അങ്ങളെ. ടിക്കറ്റ് വേണേ ഞാൻ ഒപ്പിച്ചേരാം. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങളെ, ഒരു യൂഷ്വൽ പടം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്റ്റോറി, അത്രേ ഉള്ളൂ. ഓ, എനിക്ക് ആ ക്ലൈമാക്സ് കണ്ടപ്പോഴേ ഡയറക്ടർ തലക്കിട്ടൊന്ന് കൊടുക്കാൻ തോന്നിയതാ. അതുവരെ കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരുന്നാണേ അവസാനം എത്തിയപ്പോ ദേ നായികനെ തട്ടിക്കൊണ്ടൊരു പോക്ക്. എല്ലാ പടത്തിന്റെ ഒടുക്കം ഒരു ഗോഡൌണിലായിരിക്കുമല്ലോ. അവിടെ വെച്ച് വല്ലാത്തൊരു ട്വിസ്റ്റും. ഏത് പടം തുടങ്ങുമ്പോഴേ നമുക്കറിയാം വില്ലൻ അവനാണെന്ന്. ലാസ്റ്റ് വരെ നല്ലവനായി നിന്ന ഒരുത്തൻ പഴയ ഹിന്ദി സ്റ്റൈലിൽ ഹ എന്ന് ചിരിച്ച് ഞാനാണ് വില്ലൻ ഒരു പറച്ചില്. ഹോ, എന്റെ ദീപികയെ, ഇനിയും നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോടാ. നിനക്കെന്താ ഇഷ്ടമുള്ളവരെ കാണട്ടെ. ടിക്കറ്റ് വേണേ പറഞ്ഞാ മതി. കുറ്റം പറയരുതല്ലോ അങ്ങളെ, പടം നല്ല എന്റർടൈൻമെന്റ്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകന്റെ പടമല്ലേ, അതിലെന്തെങ്കിലും പ്രത്യേകത കാണുമെന്ന് പ്രതീക്ഷിച്ചു പോയാൽ നമ്മുടെ കുഴപ്പം. എക്സ്ക്യൂസ് മീ, ഒരു പുതുമുഖ സംവിധായകൻ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പറ. പടം ചെയ്യണമെന്നും പറഞ്ഞ ഒരു 10,000 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റും പിടിച്ച് നടപ്പുണ്ട്. അതിലൊരുത്തൻ കഷ്ടപ്പെട്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് മേടിച്ചു വരുമ്പോ അതിലെന്ത് മണ്ണാങ്കട്ട പുതുമ കാണിക്കാനാ? പേടിക്കണ്ട, നിങ്ങളീ പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറെ ഞാൻ. എന്താ ക്ലൈമാക്സിന്റെ കാര്യത്തില് മാഡത്തിന് എന്റെ തലക്കെട്ട് കൊട്ടണം തോന്നുന്നുണ്ടോ? 2 കൊല്ലം പിറകെ നടന്നിട്ടാ ഡേറ്റ് ഞാൻ ഒപ്പിച്ചത്. അത് കഴിഞ്ഞ് 3-4 മാസം ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നെന്റെ പടത്തിന്റെ റിലീസാ. തിയേറ്ററിൽ ഹൗസ്ഫുൾ ബോർഡ് കണ്ട സമാധാനത്തോടു കൂടി ഒരു ചായ കുടിക്കാൻ വന്നതാ. സമ്മതിക്കത്തില്ല. സോറി, സാറിന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. സോറി മോനെ. സാധാരണ പ്രേക്ഷകരെ അവിടെ കൈയടിക്കുന്നുണ്ടിട്ടാ നമ്മളിവിടെ പോകുന്നത്. ഇവരെ പോലെ സിനിമ ഉദ്ധരിക്കാന്നും പറഞ്ഞു നടക്കുന്നവരെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും നമുക്കില്ലേ സാർ? ഞങ്ങളും സാധാരണ പ്രേക്ഷകർ തന്നെയാ, പക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ. എന്റെ ആദ്യ പടം ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. സർ, ഇത് താങ്കളുടെ ആദ്യ പടമാണോ അവസാന പടമാണോ എന്ന് പ്രേക്ഷകൻ അറിയേണ്ട ഒരു കാര്യമില്ല. കണ്ടുമടുത്ത സീനുകളും കഥകളുമായിട്ട് ഒരു പുതുമുഖ സംവിധായകനും കൂടി വരുമ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ആര് പ്രേക്ഷകരായിട്ട് കാണുന്നു? രാവിലെ അപ്പന്റെ പോക്കറ്റ് മണിയുമായിട്ട് ഇറങ്ങും. എന്നിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഇരുന്ന് വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയെ നാണം കെട്ട് വിമർശിക്കും. യൂസ്ലെസ് ഫെലോസ്. ലക്ഷ്യബോധമില്ലാത്ത ഇവരെ പോലെയുള്ളവരാണ് ഈ ജനറേഷന്റെ ശാപം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? സർ, വാ. ഭൂതം, ഭാവി, വർത്തമാനം, ദൈവം നിങ്ങളുടെ കയ്യിലിരുന്ന് എന്നോട് ചിലത് പറയും. ഞാനത് നിങ്ങളോട് തിരിച്ചു പറയും. ഒരു കൈപ്പത്തിക്കുള്ളിൽ ജീവിത രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ള ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാഡം ആ കൈയും നീട്ടു. ദൈവത്തിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. കൈനോട്ടക്കാരന്റെ വരെ സ്റ്റൈല് മാറി. ഈശ്വരാ. കണ്ടാലറിയാം, ലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. അയ്യോ, ആള് മാറി ചേട്ടാ. ഇത് ലക്ഷ്മിയല്ല, പാർവതിയാ. ഞാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞാൽ വിശ്വാസമാവോ? ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ചേട്ടൻ പോയെ. മാഡത്തെ കണ്ടാലറിയാം വിശ്വാസമുണ്ടെന്ന്. ഉണ്ടോ? എങ്കിൽ കൈയൊന്ന് നീട്ടു. കൈശാസ്ത്രം പറയുന്നു, ഞാൻ ഏറ്റു പറയുന്നു. മാഡം വീട് വിട്ട് ദൂരെ താമസിക്കുന്ന ആളാണ്. പരാശ്രയം കൂടാതെയുള്ള ജീവിതം, ജോലി പോലെ വരുമാനം, ഉറ്റവരുടെ വിയോഗം കുട്ടിക്കാലത്ത്. വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അച്ഛനോ അമ്മയോ ആകാം. അമ്മ. കിട്ടുണ്ണിയേട്ടാ, കാമധേനു ലോട്ടറി റിസൾട്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണോ? വളരെ വളരെ ശരിയാ. ചേട്ടൻ നോക്ക്. അതുകൊള്ളാം. ഈ ഭൂതം പറഞ്ഞിട്ടാണോ എനിക്ക് എന്റെ ഭാവി? പിന്നെ വലിയ സിനിമ ഡയലോഗ് ഒന്നും അടിക്കേണ്ട നീ. ഇയാള് പറയുന്ന എല്ലാം കറക്റ്റാ. അല്ലെങ്കിൽ ഞാൻ എഴുത്തുകാരനാന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഈ കൈ വെച്ച് ഫേമസ് ആവുന്ന ഇയാള് പറയുന്നത്. അയ്യോ, വലിയ കാര്യമായിപ്പോയി. നിന്നെ കണ്ട ഏത് പട്ടിക്കുഞ്ഞിനും അറിയാം പേനി ഒലിപ്പിച്ച് നടക്കുന്നവനാണ്. ഐ ലൈക്ക് ദാറ്റ്. അപ്പോഴേ
താങ്കളെ വിചാരിച്ചു. ദൈവിക ചൈതന്യമുണ്ട് താങ്കളിൽ. പക്ഷേ അത് ചന്ദ്രനെ മറയ്ക്കുന്ന കറുത്ത മേഘങ്ങളെ പോലെ മൂടപ്പെട്ടിരിക്കുന്നു. എവിടെ പോയി ഒളിച്ചിരുന്നാലും ഒരു നാൾ നിങ്ങൾ വെളിയിൽ വരും. ഒരു സത്യം പറയട്ടെ, താങ്കൾ ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ മുഴുവൻ ഫേമസ് ആകും. വലിയ ആളാകും. ബഹുമാനം കൊണ്ട് ആളുകൾ നിങ്ങളെ മൂടും. വേണ്ട, ഇതെന്റെ തൊഴിലല്ല. മണി ഈസ് ദ ലീഡർ ഓഫ് ഓൾ ഡെവിൾ. Empires are built on dreams. Follow it. As above, so below. As below. ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. ഏതെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും ഇൻഷുറൻസ് വിട്ട് കിടക്കുന്ന ഞാൻ.